ഇത് മൂന്നാമത്തെ മോഡ്യൂളിൻ്റെ സ്റ്റീം എന്ന ചാപ്റ്റർ 1ൻ്റെ സെക്കൻഡ് സെറ്റാണ്. അതിനകത്ത് ആദ്യം നമ്മൾ പറഞ്ഞു നിർത്തിയത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എൻതാൽപ്പികളെ പറ്റിയായിരുന്നു. അടുത്ത് ഇനിയും പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്പെസിഫിക് വോളിയൂംസാണ്. അപ്പോൾ എൻതാൽപ്പി, സ്പെസിഫിക് വോളിയം, പിന്നെ എൻട്രോപ്പി, ഇത് മൂന്നെണ്ണമുണ്ട് പലവിധം പ്രോപ്പർട്ടീസായിട്ട് സ്റ്റീമിൻ്റെ. അതായത് സ്റ്റീമിൻ്റെ സവിശേഷതകൾ. ഇതെന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ ഇത് ഒന്നിൽ എക്സാമിന് 3 മാർക്കിനോ 1 മാർക്കിനോ ചോദിക്കും, അല്ലെങ്കിൽ 7 മാർക്കിന് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്പെസിഫിക് വോളിയൂംസ് എന്ന് പറഞ്ഞ് ഇത് മൊത്തം എഴുതാൻ വേണ്ടി വരും. അല്ലെങ്കിൽ എൻതാൽപ്പി എല്ലാത്തിനെ പറ്റി എഴുതാൻ വരും, അല്ലെങ്കിൽ സ്റ്റീം എൻട്രോപ്പി എന്താണെന്ന് പറഞ്ഞ് എഴുതാൻ വരും. അപ്പം ഞാൻ ഈ പറയുന്നത് കേട്ടൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്വന്തമായിട്ട് കയ്യിൽ നിന്നിട്ട് വേണമെങ്കിലും എഴുതാം. സഹായിക്കാൻ നമ്മുടെ സ്റ്റീം ടേബിളും കൂടെയുണ്ട്. ഇതൊരു സ്റ്റീം ടേബിളാണ്. ഇതിനെപ്പറ്റി പറഞ്ഞു വരാം. ഇപ്പം സാമ്പിൾ കാണിച്ചതേ ഉള്ളൂ. സ്റ്റീം ടേബിളിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഡേറ്റ ഉള്ളതുണ്ട്. ഇത് ഒറ്റ പേജിൻ്റെയാണ്, ഡേറ്റ കുറവ്. പക്ഷേ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്റ്റീം ടേബിളിനകത്ത് ഒരുപാട് കണ്ടൻ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും സ്റ്റീം ടേബിൾ പ്രിൻ്റ് എടുത്ത് വേണം കയറാൻ. മറന്നു പോകരുത്. പ്ലസ് മോളിയർ ചാർട്ട് പ്രിൻ്റ് എടുക്കണം. അപ്പോൾ ഓക്കെ, ഇവിടെ സ്പെസിഫിക് ഇട്ട് നോക്കിയാൽ ഇവിടെ എന്തോ എഴുതിയിരിക്കുന്നത്? സ്പെസിഫിക് വോളിയം നമ്മൾ പഠിച്ചു. സ്പെസിഫിക് വോളിയം ഓഫ് എ സ്റ്റീം എന്ന് പറയുന്നത് സ്റ്റീം ഒക്യുപ്പൈഡ് ഓഫ് വോളിയം ഇൻ 1 മീറ്റർ ക്യൂബ് ബൈ 1 കിലോഗ്രാം. ഒന്നുമില്ല, 1 കിലോഗ്രാം സ്റ്റീമിന് അത് സ്ഥിതി ചെയ്യാൻ, അത് വെക്കാൻ എത്ര വോളിയം വേണം, അതാണ് ഈ സ്പെസിഫിക് വോളിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പം 1 കിലോഗ്രാം സ്റ്റീം അത് വെക്കാൻ എത്ര സ്ഥലം വേണം? ഇനി നമ്മൾ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഓർമ്മ ഉണ്ടെന്ന് അറിയില്ല. അതായത് 0 ബാർ പ്രഷറിൽ ശ്രദ്ധിക്കുക, 0 ബാർ പ്രഷറിൽ 1 കിലോഗ്രാം വെള്ളം അതിന് ഫുൾ സ്റ്റീമായാൽ എത്ര വോളിയം വേണമെന്നറിയാമോ? അതായത് 6 × 6 മീറ്റർ ക്യൂബ്, 6 മീറ്റർ ക്യൂബ് വോളിയം വേണം. അതായത് നമ്മുടെ ക്ലാസ് റൂമിൻ്റെ അത്രയും ഒന്ന് ആലോചിച്ച്. 1 കിലോഗ്രാം വെള്ളം സ്റ്റീമായത് എവിടെ? 0 ബാർ പ്രഷറിൽ നമ്മുടെ ക്ലാസ് റൂമിനേക്കാളും വലിപ്പത്തിലുള്ള സ്പേസ് വേണം. അവിടെയാണ് ഈ സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത്. 1 കിലോഗ്രാം വെള്ളത്തിന് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. അതിന് സ്ഥിതി ചെയ്യാൻ എത്ര സ്ഥലം വേണം, അത് വെക്കാൻ എത്ര വോളിയം വേണം, അതിനുവേണ്ടി എത്ര വോളിയം വേണം, അതാണ് ഈ സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി സ്പെസിഫിക് വോളിയം ഓഫ് സാച്ചുറേറ്റഡ് വാട്ടർ പറഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളം ഇനി തിളച്ചാൽ മതി. അതാണ് ഈ സാച്ചുറേഷൻ. ഇപ്പം ഏകദേശം തിളക്കകത്ത് കയറി കാണുമെന്ന് വിചാരിക്കുന്നു. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ വോളിയം ഓഫ് 1 kg ഓഫ് വാട്ടർ അറ്റ് സാച്ചുറേഷൻ ടെമ്പറേച്ചർ കറസ്പോണ്ടിങ് ടു ദ ഗിവൺ പ്രഷർ. അപ്പം സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞാൽ ഇവിടെ സാച്ചുറേഷൻ വാട്ടറാണ്. അപ്പം 100 ഡിഗ്രി സെൽഷ്യസിലുള്ള 1 കിലോഗ്രാം വെള്ളത്തിന് സ്ഥിതി ചെയ്യാൻ എത്ര വോളിയം വേണം, അതാണ് സ്പെസിഫിക് വോളിയം ഓഫ് സാച്ചുറേറ്റഡ് വാട്ടർ. അങ്ങനെയാണെങ്കിൽ സ്പെസിഫിക് വോളിയം ഓഫ് ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീമിൻ്റെയോ, അതായത് 100% സ്റ്റീം, ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീം, 100% സാച്ചുറേഷൻ എന്താ? 100 ഡിഗ്രി സെൽഷ്യസിലുള്ള സ്റ്റീം. പെർഫെക്റ്റ് സ്റ്റീമാണ്. അതിന് ടെമ്പറേച്ചർ 100 ഡിഗ്രി. സാച്ചുറേഷൻ എന്നൊന്നുമില്ല, സാച്ചുറേറ്റഡ് സ്റ്റീം, പെർഫെക്റ്റ് ഡ്രൈ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റീം 100 ഡിഗ്രി സെൽഷ്യസിൽ സ്റ്റീമാണ്. അതിൻ്റെ VG ഗ്യാസ്, സ്പെസിഫിക് വോളിയം ഓഫ് ഗ്യാസ്, അത് എത്രയാണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ വോളിയം ഓഫ് 1 കിലോഗ്രാം ഓഫ് ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീം കറസ്പോണ്ടിങ് ടു ഗിവൺ പ്രഷർ. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ VG. മുകളിൽ VF ആയിരുന്നു, താഴെ VG. അതായത് 100% പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റീം, അതിൻ്റെ ടെമ്പറേച്ചർ, സാച്ചുറേഷൻ ടെമ്പറേച്ചർ 100 ഡിഗ്രി ആയിരുന്നു. അതിന് 1 കിലോഗ്രാം സ്റ്റീം കണ്ടെയ്ൻ ചെയ്യുന്ന വോളിയം എത്രയാണെന്നാണ് സ്പെസിഫിക് വോളിയം VG കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതിൻ്റെ? ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീം. അങ്ങനെയാകുമ്പോൾ സ്പെസിഫിക് വോളിയം ഓഫ് വെറ്റ് സ്റ്റീം ആകുമ്പോൾ കുറച്ച് സ്റ്റീമും കുറച്ച് വെള്ളത്തുള്ളിലും കാണും. അപ്പോൾ ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് 1 കിലോഗ്രാം ഓഫ് വെറ്റ് സ്റ്റീം ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് VWS, വെറ്റ് സ്റ്റീം. സ്പെസിഫിക് വോളിയം ഓഫ് വെറ്റ് സ്റ്റീം ഇസ് ഈക്വൽ ടു X. കണ്ടോ? സ്പെസിഫിക് വോളിയം ഓഫ് വെറ്റ് സ്റ്റീം എന്ന് പറയുമ്പോൾ, അപ്പോൾ വെറ്റ് എന്ന് പറയുമ്പോൾ അവിടെ X എന്നുള്ള വാല്യൂ വരും. വെറ്റ് സ്റ്റീം എന്ന് കണ്ടോ അവിടെ X എന്നുള്ള വാല്യൂ. കാരണം ആ വെറ്റ്നെസ്സിന് കാരണമായ X, ക്വാളിറ്റി, ഈ വെറ്റ്നെസ്സിന് കാരണം ഈ X ആണ്. അപ്പം വെറ്റ് സ്റ്റീം എന്ന് പറയുമ്പോൾ അവിടെ X കാണും. ഇനി എൻതാൽപ്പി ഓഫ് വെറ്റ് സ്റ്റീം എന്ന് വെച്ചാൽ അവിടെ ഒരു X കാണും. ഇനി എൻട്രോപ്പിക്കകത്തും വെറ്റ് സ്റ്റീം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു X കാണും. ഏതാ X എന്ന് പറഞ്ഞാൽ ഡ്രൈനസ് ഫ്രാക്ഷൻ ഇൻറ്റു VG എന്താണ്? ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീമിൻ്റെ സ്പെസിഫിക് വോളിയം. കാരണം
ഇത് പൂർണ്ണമായിട്ടും സ്റ്റീമാണെങ്കിൽ ഇവിടെ 1 ആയേനെ. പക്ഷേ കുറച്ച് സ്റ്റീമും ഉണ്ട്, കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ രണ്ടായിട്ടാണ് അല്ലേ. പ്ലസ് 1 മൈനസ് എക്സ് സ്പെസിഫിക് വോളിയം ബാക്കി ഭാഗം. അതായത് ഇതിപ്പം സ്പെസിഫിക് വോളിയമാണ് എന്താ വെറ്റ് സ്റ്റീമിൻ്റെ. ഇത് 10% ആണെന്ന് വിചാരിക്കുക. എക്സ് 10% അപ്പോൾ ഗ്യാസിനകത്ത് 10% ഗ്യാസാണ്. 10% ഗ്യാസ് മീൻസ് വേപ്പറാണ്. ബാക്കി ഇതെത്രയാണ്? 1 മൈനസ് ഈ എക്സ് 10. ബാക്കി 90% വെള്ളമാണ്. വെള്ളം എന്ന ഫ്ലൂയിഡ് ഉണ്ടോ, ഇങ്ങനെ വരും. അപ്പോൾ ഇതാണ് ആ ഫോർമുല. അപ്പം ഡ്രൈനസ് ഫ്രാക്ഷൻ ഓഫ് സ്പെസിഫിക് വോളിയം ഓഫ് ഗ്യാസ് പ്ലസ് 1 മൈനസ് ഡ്രൈനസ് ഫ്രാക്ഷൻ ഇൻറ്റു സ്പെസിഫിക് വോളിയം ഓഫ് സാച്ചുറേറ്റഡ് വാട്ടർ. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ നമുക്ക് വീഡിയോ ക്ലാസ് റൂമല്ലല്ലോ. ക്ലാസ് റൂമിൽ 1 തവണ അല്ലെങ്കിൽ 2 തവണ 5 തവണ പറയാനുള്ളൂ. ഇതാണെങ്കിൽ വീണ്ടും കേൾക്കാം. മനസ്സിലാകുന്ന വരെ കേൾക്കാമല്ലോ. ഇനി അടുത്ത് സ്പെസിഫിക് വോളിയം ഓഫ് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം. അറിയാമായിരിക്കുമല്ലോ. 1 കിലോഗ്രാം സൂപ്പർ ഹീറ്റഡ് സ്റ്റീം അത് കണ്ടെയ്ൻ ചെയ്യാൻ എത്ര വോളിയം വേണം? അപ്പോൾ അസ്യൂമിങ്, അവിടെ വേറെ കണ്ടീഷൻ ഉണ്ട്. അസ്യൂമിങ് ദാറ്റ് ദ സ്റ്റീം ബിഹേവ്സ് ലൈക്ക് എ പെർഫെക്റ്റ് ഗ്യാസ്. പെർഫെക്റ്റ് ഗ്യാസ് പോലെ ആയിരിക്കും സ്റ്റീം ബിഹേവ് ചെയ്യുന്നത്. പെർഫെക്റ്റ് ഗ്യാസിലേക്ക് നമ്മൾ വരുന്നേ ഉള്ളൂ. ഫസ്റ്റ് മുകളിൽ പറയാൻ നേരത്ത് പെർഫെക്റ്റ് ഗ്യാസ് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫോർമുല നോക്കി, വി ജി സ്പെസിഫിക് വോളിയം ഓഫ് സ്റ്റീം ഡിവൈഡ് ബൈ സാച്ചുറേഷൻ ടെമ്പറേച്ചർ TS ഇസിക്കൽ ടു സ്പെസിഫിക് വോളിയം ഓഫ് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം വി സൂപ്പർ ഡിവൈഡ് ബൈ ടെമ്പറേച്ചർ ഓഫ് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ഒരു ഫോർമുല ഉണ്ടാക്കിയെടുത്തു. ഉണ്ടോ? ഈ വി സൂപ്പറിനെ വെളി വന്നപ്പോൾ ബാക്കി എന്തോ വി ജി മാത്രമേ ഉള്ളൂ. വി ജി ഇൻറ്റു സൂപ്പർ ടി സൂപ്പർ ഡിവൈഡ് ബൈ TS. ഈ ഫോർമുല അങ്ങ് കാണാതെ പഠിച്ച് വെക്കുക. അല്ല ഇതായാലും മതി. ഇത് രണ്ടും കാണാതെ പഠിച്ചോ. അല്ല വേണ്ട, ഇത് പഠിച്ചാൽ മതി. ഇത് പഠിച്ചാൽ മതി, ആൻസർ തന്നെ കിട്ടും. ഇത് കാണാതെ പഠിച്ച് വെക്കുക. അപ്പോൾ ഇതിനകത്തിലേക്ക് ഉള്ള വാല്യൂവിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടും. ഇനി അടുത്ത പ്രോപ്പർട്ടിയാണ് എൻട്രോപ്പി ഓഫ് സ്റ്റീം. മൂന്നാമത്തേത് സ്പെസിഫിക് എൻട്രോപ്പി ഓഫ് എ സാച്ചുറേറ്റഡ് വാട്ടർ. വെള്ളത്തിൻ്റെ എൻട്രോപ്പി, സാച്ചുറേറ്റഡ് വാട്ടറിൻ്റെ എൻട്രോപ്പി, സ്പെസിഫിക് എൻട്രോപ്പി എന്ന് പറയുന്നത് ദ സ്പെസിഫിക് എൻട്രോപ്പി ഓഫ് എ സാച്ചുറേറ്റഡ് വാട്ടർ അറ്റ് പർട്ടിക്കുലർ പ്രഷർ P ആൻഡ് സാച്ചുറേഷൻ ടെമ്പറേച്ചർ TS ഈസ് ഗിവൺ ആസ് ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഡ്യൂറിങ് കൺവേർഷൻ ഓഫ് 1 kilogram ഓഫ് water at 0 degrees Celsius into saturated water at the same pressure. The water at freezing point 0 degrees Celsius or 273 Kelvin. ഇത് ഓർത്തോണേ, 0 degrees Celsius എന്ന് പറയുന്നത് 273 Kelvin ആണ്. ഈസ് കൺസിഡർഡ് ആസ് എ ഡേറ്റം. ഒന്നുമില്ല, എൻട്രോപ്പി എന്താ ഞാൻ ക്ലാസ്സിലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഒരുതരം ഡിസോർഡറാണ്. അതായത് ഹീറ്റ് എനർജിയെ വർക്കിലേക്ക് അല്ലെങ്കിൽ വർക്കിനെ ഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഉള്ള പറ്റാത്തൊരവസ്ഥ. അത് ഹീറ്റ് ലോസ് ആണോ? അല്ല, ഒരു ഡിസോർഡർ കാരണം അത് അങ്ങനെ ആകുന്നില്ല. ആ ഡിസോർഡറിനെ പറ്റിയാണ് നമ്മളിവിടെ പറയുന്നത്. അതായത് സ്പെസിഫിക് എൻട്രോപ്പി ഓഫ് എ സാച്ചുറേറ്റഡ്, അതായത് സാച്ചുറേറ്റഡ് വാട്ടറിനകത്ത് ഉണ്ടാകുന്ന ആ ഒരു ഡിസോർഡർ കാരണം ഉണ്ടാകുന്ന ഒരു ചേഞ്ച് അത് പറഞ്ഞ് അതിൻ്റെ പേര് എൻട്രോപ്പി, സ്പെസിഫിക് എൻട്രോപ്പി. ഒരു പർട്ടിക്കുലർ പ്രഷർ P, സാച്ചുറേഷൻ ടെമ്പറേച്ചർ ചെയ്യാലോ, സാച്ചുറേഷൻ ടെമ്പറേച്ചർ TS 100 degrees Celsius. അപ്പോൾ അത് സാച്ചുറേഷൻ വാട്ടർ ആയിരിക്കും. അതിൻ്റെ എൻട്രോപ്പി ചേഞ്ച് സംഭവിക്കും. എൻട്രോപ്പി ചേഞ്ച് എപ്പോൾ 1 kilogram 0 degrees Celsius വെള്ളത്തിനെ 100 degrees Celsius സാച്ചുറേറ്റഡ് വാട്ടറാക്കി മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ എൻട്രോപ്പി, അതിനെയാണ് സ്പെസിഫിക് എൻട്രോപ്പി ഓഫ് സാച്ചുറേറ്റഡ് വാട്ടർ എന്ന് പറയുന്നത്. അതിൻ്റെ ഫോർമുലയാണ് ഇത്. അതായത് സ്പെസിഫിക് എൻട്രോപ്പി ഓഫ് എ സാച്ചുറേറ്റഡ് വാട്ടർ, 100 degrees Celsius വെള്ളത്തിൻ്റെ സ്പെസിഫിക് എൻട്രോപ്പി എന്ന് പറയുന്നത് അറ്റ് പ്രഷർ P, പർട്ടിക്കുലർ പ്രഷർ P എന്ന് പറയും, Pയും പിന്നെ സാച്ചുറേഷൻ ടെമ്പറേച്ചർ എപ്പോഴും നമുക്കറിയാം 100 ഡിഗ്രിയാണ് പറയുന്നത്. 1 kilogram വെള്ളം അതിൻ്റെ ടെമ്പറേച്ചർ എത്തിയ 0 degree സ്റ്റാർട്ടിങ്, അവിടെ മുതൽ 100 degrees Celsius വെള്ളമാക്കി മാറ്റുന്നു, സാച്ചുറേഷൻ വെള്ളമാക്കുന്നു. അതിന് ആ സമയത്തുണ്ടാകുന്ന എൻട്രോപ്പി ചേഞ്ച് എത്രയാണ്? ഇതാണ് സ്പെസിഫിക് എൻട്രോപ്പി. അപ്പോൾ നോക്കി, ഇതൊരു പ്രധാനപ്പെട്ട വാക്കാണ്. വാട്ടർ ഫ്രീസസ് അറ്റ് 0 degree. 0 degree എന്ന് പറഞ്ഞാൽ 273 Kelvin ഈസ് കൺസിഡർഡ് ഡേറ്റ. അതാണ് ഏറ്റവും ബേസ് എന്നാണ്. അവിടെ മുതലാണ് എൻട്രോപ്പി നോക്കുന്നത്. താഴോട്ട് നോക്കുന്നില്ല, അതിന് മുകളിൽ മേപ്പോട്ടാണ് എൻട്രോപ്പി നോക്കുന്നത്. അപ്പം ഈ 0 degree Celsius
എൻട്രോപ്പി 0 ആയിരിക്കും. അങ്ങനെ ആകുമ്പം ആ എൻട്രോപ്പിയുടെ ഫോർമുലയാണ് SW = CW log E T ഡിവൈഡ് ബൈ അതാണ് ടെമ്പറേച്ചർ. ഉദാഹരണത്തിൻ്റെ ഇതിൻ്റെ സാച്ചുറേഷൻ ടെമ്പറേച്ചർ എത്രയാണെന്നാണ് പറയുന്നത്, ആ ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ 273. ഇവിടെ TS ആണ്. TS ആസ് ദ ഇനിഷ്യൽ എൻട്രോപ്പി അറ്റ് 273 Kelvin അല്ലെങ്കിൽ 0 degree Celsius. This change entropy above 273 K is taken as entropy of water at temperature T. In case of saturated water, T is equal to TS. ഇത് ഇച്ചിരി മെനക്കെട്ട് പിടി സംഭവമാണ്. ഒന്നുകൂടെ പറയാം ശ്രദ്ധിച്ച് കേട്ടണേ. സ്പെസിഫിക് എൻട്രോപ്പി ഓഫ് എ സാച്ചുറേറ്റഡ് വാട്ടർ, 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വെള്ളത്തിൻ്റെ സ്പെസിഫിക് എൻട്രോപ്പി എന്ന് പറയുന്നത് അത് ഏത് അറ്റ് പർട്ടിക്കുലർ പ്രഷർ ഏതും ആയിക്കോട്ടെ. ഇപ്പോൾ നമുക്ക് 1 ബാർ പിടിക്കാം, അത് P ആണ്. സാച്ചുറേഷൻ ടെമ്പറേച്ചർ TS ആണ്. അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ പ്രഷറിൽ TS മാറുമല്ലോ. എന്ന് പറയുന്നത് 1 kilogram ഓഫ് വാട്ടർ അറ്റ് 0 degree ഇൻറ്റു കൺവേർട്ട് ചെയ്യുക എത്ര 100 ഡിഗ്രി സെൽഷ്യസുള്ള വെള്ളമായിട്ട് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന എൻട്രോപ്പി ചേഞ്ച്, അതാണ് സ്പെസിഫിക് എൻട്രോപ്പി. ഫോർമുല ഇതാണ്. ഇനി ഡേറ്റം ലെവൽ ഏതാണ്, വാട്ടർ ഫ്രീസസ് അറ്റ് പോയിൻറ്റ് 0 degree. 0 ഡിഗ്രിയാണ് 273 Kelvin. അപ്പോൾ അതിനെയാണ് ഡേറ്റം ലെവലായിട്ട് പറയുന്നത്. ഇനി ഇത് പറയുന്നത് ആസ് ദ ഇനിഷ്യൽ എൻട്രോപ്പി അറ്റ് 0 degree Celsius 273 Kelvin ഈ 0. അപ്പം ഇവിടെ ഇതെന്തുവാണ്, ഇത് 0 ഡിഗ്രി അല്ലേ, 273 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ 0 ആയിരിക്കും. 0 ശേഷം ദിസ് ചേഞ്ച് ഇൻ എൻട്രോപ്പി എബോവ് 0 degree ഇത് കെൽവിനിലാണ് 0 degree എന്ന് പറഞ്ഞത് ഈസ് ടേക്കൺ ആസ് എൻട്രോപ്പി ഓഫ് വാട്ടർ അറ്റ് ടെമ്പറേച്ചർ. അപ്പം ടെമ്പറേച്ചർ ഇതിൻ്റെ ഇവിടെ ഇപ്പം ഇത് 10 ഡിഗ്രിയാണ്, ഇവിടെ 10 ഡിഗ്രി ആവും. ഇത് സാച്ചുറേഷൻ ടെമ്പറേച്ചറാണ്. ഇൻ ദിസ് കേസ് T is equal to സാച്ചുറേഷൻ. നമ്മളിവിടെ പറഞ്ഞായിരുന്നു ടെമ്പറേച്ചർ സാച്ചുറേഷൻ, അതുകൊണ്ട് ഇവിടെയും TS. അല്ലെങ്കിൽ 10 ഡിഗ്രി വെള്ളത്തിനാണെങ്കിൽ ഇവിടെ 10 ഡിഗ്രി, 30 ഡിഗ്രി വെള്ളത്തിനാണെങ്കിൽ 30 ഡിഗ്രി, അങ്ങനെ ഇപ്പോൾ എൻട്രോപ്പി ചേഞ്ച് എത്രയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 100 ഡിഗ്രി സെൽഷ്യസ് വരെ ഇതിനിടയ്ക്കുള്ള എൻട്രോപ്പി ചേഞ്ചാണ് ഈ പറയുന്നത്. ഇത് മനസ്സിലായെന്ന് തോന്നുന്നു, മനസ്സിലായി കാണുന്ന പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ ഇതൊന്നുകൂടെ റിവൈൻഡ് ചെയ്ത് കേൾക്കുക. ഇനി സ്പെസിഫിക് എൻട്രോപ്പി ഓഫ് ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീം, അതായത് ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീം 100 ഡിഗ്രി സെൽഷ്യസിലുള്ള പെർഫെക്റ്റ് സ്റ്റീം. ഡ്രൈ സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസ്, ഡ്രൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് സ്റ്റീം. ഇറ്റ് ഈസ് the entropy of 1 kilogram of dry saturated steam and is given as the sum of entropy of 1 kilogram of saturated water and entropy change during evaporation. അതായത് 0 ഡിഗ്രി മുതൽ 100 ഡിഗ്രി വരെ ആകുമ്പോൾ വേണ്ട എൻട്രോപ്പി പ്ലസ് 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിലുള്ള സാച്ചുറേഷനിലുള്ള സ്റ്റീം ആകാൻ വേണ്ട എൻട്രോപ്പിയുടെ സം ആണെന്നാണ് ഈ പറയുന്നത്. ഇനി അടുത്തത് സ്പെസിഫിക് എൻട്രോപ്പി ഓഫ് വെറ്റ് സ്റ്റീം. വെറ്റെന്ന് കണ്ടോ എന്ത് ചേർക്കണം, വെറ്റെന്ന് കണ്ടോ എക്സ്. പ്രോബ്ലം ആണെങ്കിലും വെറ്റെന്ന് കണ്ടാൽ അവിടെ ഒരു എക്സ് വരും. ഏതാ എക്സ് എന്ന് വെച്ചാൽ ഡ്രൈനസ് ഫ്രാക്ഷൻ. സ്പെസിഫിക് എൻട്രോപ്പി ഓഫ് എ വെറ്റ് സ്റ്റീം ഈസ് ഈക്വൽ ടു സം ഓഫ് സ്പെസിഫിക് എൻട്രോപ്പി ഓഫ് സാച്ചുറേറ്റഡ് വാട്ടർ. അതായത് 0 മുതൽ 100 ഡിഗ്രി ആകാൻ വേണ്ട സമയത്തുണ്ടായ എൻട്രോപ്പി ചേഞ്ച് ആൻഡ് the change in specific heat during evaporation of dry fraction of steam. Dryness fraction of steam ആണ്. അപ്പോൾ പറയുന്നത് 0 മുതൽ 100 ഡിഗ്രി ആകാൻ വരെ ഒരു എൻട്രോപ്പി ചേഞ്ച് ഉണ്ട്. പ്ലസ് ഇവിടെ വെറ്റാണ്. അപ്പം കുറച്ച് ഭാഗം വെള്ളവും കുറച്ച് ഭാഗം സ്റ്റീമും ആയിരിക്കും. അപ്പം കുറച്ച് ഭാഗം സ്റ്റീം ആകാൻ വരെ, അതായത് 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളം കുറച്ച് ഭാഗം സ്റ്റീം, ഒരു 50% സ്റ്റീമായെന്ന് വിചാരിക്കുക. അതിനിടയ്ക്ക് എത്ര എൻട്രോപ്പി ചേഞ്ച് സംഭവിച്ചു, അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇത്. അപ്പോൾ ആ 50% അല്ലെങ്കിൽ 60% പറയുന്നതാണ് ഈ എക്സ്. അപ്പോൾ ഈ എസ് എന്ന സിമ്പിൾ ഉദ്ദേശിക്കുന്നത് എൻട്രോപ്പിയുടെ സിമ്പിളാണ്. SF, SFG, SG, പിന്നെ SWS ആണ്. ഇത് വെറ്റ് സ്റ്റീം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടും അല്ലാതെ അടുത്ത സെറ്റ് എന്ന് പറയുന്നത് entropy, specific entropy of superheated steam. It is the sum of specific entropy of dry saturated steam
and entropy change during superheat from saturation temperature Ts to superheated steam. Specific entropy of superheated steam. It is the sum of specific entropy of dry saturated steam and entropy change during superheating from saturated temperature to superheated temperature. അതായത് 0 ഡിഗ്രി മുതൽ പ്യൂർ 100% ഇതുപോലെ സാച്ചുറേറ്റഡ് 100% ഡ്രൈ 100 ഡിഗ്രി സെൽഷ്യസിൽ സ്റ്റീമായി പ്ലസ് ആ സാച്ചുറേഷൻ ടെമ്പറേച്ചർ മുതൽ സൂപ്പർ ഹീറ്റ് ടെമ്പറേച്ചർ, ഇപ്പോൾ ഇത് 200 ആണെങ്കിൽ സൂപ്പർ ഹീറ്റ് ടെമ്പറേച്ചർ 200 ആണ്, അതിനിടയ്ക്ക് ഉണ്ടാകുന്ന എനർജി. ഇത് രണ്ടിനും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? സ്പെസിഫിക് എൻട്രോപ്പി ഓഫ് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം. അതായത് സീറോയിൽ തുടങ്ങി ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീം 100% പെർഫെക്റ്റ് സ്റ്റീമാണ്. അതിൻ്റെ ടെമ്പറേച്ചർ 100 ഡിഗ്രിയാണ്. അതിൻ്റെ സ്പെസിഫിക് എൻട്രോപ്പി പ്ലസ് ഈ 100 ഡിഗ്രി സെൽഷ്യസ് മുതൽ സൂപ്പർ ഹീറ്റ് ടെമ്പറേച്ചർ നമ്മൾ 200 300 ആയിക്കോട്ടെ. ഈ 100 മുതൽ 200 അല്ല ഈ 300 ഇതിനിടയ്ക്കുണ്ടാകുന്ന എൻട്രോപ്പി ചേഞ്ചിൻ്റെ കൂടെ സമ്മാണ് സ്പെസിഫിക് എൻട്രോപ്പി ഓഫ് സൂപ്പർ ഹീറ്റ് സ്റ്റീം. അതിൻ്റെ ഫോർമുലയാണ് സി സൂപ്പർ സ്പെസിഫിക് ഹീറ്റ് ഓഫ് സൂപ്പർ ഹീറ്റ് സ്റ്റീം ലോഗ് ഇ ടെമ്പറേച്ചർ ഓഫ് സൂപ്പർ ഹീറ്റ് സ്റ്റീം. അത് 200 300 എന്തോ ആയിക്കോട്ടെ, 100ന് മുകളിലുള്ള സംഖ്യ ആയിരിക്കും. ടി എസ് എന്ന് പറയുന്നത് സാച്ചുറേഷൻ ടെമ്പറേച്ചർ കോൺസെൻട്രേഷൻ 100 ആണ്. സി സൂപ്പർ ഇസ് ഈക്വൽ ടു സ്പെസിഫിക് ഹീറ്റ് ഓഫ് സൂപ്പർ ഹീറ്റ് സ്റ്റീം. അല്ല ഒന്നുകൂടി മാറ്റി എഴുതാം. സ്പെസിഫിക് എൻട്രോപ്പി ഓഫ് സൂപ്പർ ഹീറ്റ് സ്റ്റീം എന്ന് പറയുന്നത് എസ് ജി ആണ്. സ്പെസിഫിക് എൻട്രോപ്പി ഓഫ് വേപ്പർ പ്ലസ് സി സൂപ്പർ, അറിയാമല്ലോ, അതിപ്പോൾ പറഞ്ഞായിരുന്നു. സി ലോഗ് ഇ ടി സൂപ്പർ പ്ലസ് ഡിവൈഡ് ബൈ ടി എസ് സൂപ്പർ ഹീറ്റ് ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ സാച്ചുറേഷൻ ടെമ്പറേച്ചർ. ഇത് ഏതാണ്? ഈ ഒരു സംഭവം എവിടെയാണ് വന്നിരിക്കുന്നത്? ഇവിടെ നോക്കിയേ, സ്പെസിഫിക് എൻട്രോപ്പി ഓഫ് സാച്ചുറേറ്റഡ് വാട്ടർ 0 മുതൽ 100 ഡിഗ്രി ആകാൻ വരെ ഉള്ളത്. അതാണ് സി ഡബ്ല്യു ലോഗ് ടി എസ് ഡിവൈഡ് ബൈ ടി, അല്ലെങ്കിൽ 0 ഡിഗ്രി എഴുതിയിരിക്കുന്നത്. അതിൻ്റെയും ബാക്കി സൂപ്പർ ഹീറ്റിൻ്റെയും കൂടെ ചേർത്തുള്ള സമ്മാന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പോൾ ഇതിനൊക്കെ കൂട്ടി എഴുതുന്നു. അല്ലെങ്കിൽ അല്ലാതെ എന്ത് എഴുതാം? സ്പെസിഫിക് എൻട്രോപ്പി ഓഫ് ഫ്ലൂയിഡ് എസ് എഫിൻ്റെ സ്പെസിഫിക് എൻട്രോപ്പി ഓഫ് ഫ്ലൂയിഡ് നമ്മൾ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. സ്പെസിഫിക് എൻട്രോപ്പി ഓഫ് ഫ്ലൂയിഡ് അത് തന്നെയാണ്. SW/SF ഒന്ന് തന്നെയാണ്. അത് വാട്ടർ കണ്ടീഷൻ ആയതുകൊണ്ടാണ്. SW അത് തന്നെ. അയ്യോ കാണിച്ചില്ല, കാണത്തില്ല. എഴുതുന്നുണ്ടോ? ഇതും ഒന്ന് തന്നെയാണ് കേട്ടോ. SF ഉം SW ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ SF പ്ലസ്, അതായത് ഇതേ പ്ലസ് HFG എൻതാൽപ്പി ഓഫ് ഫ്ലൂയിഡ് ടു ഗ്യാസ്, അതായത് ലേറ്റൻ്റ് ഹീറ്റ് എന്ന് പറയത്തില്ലേ, അതായത് ലിക്വിഡിൽ നിന്ന് വേപ്പറാകാൻ വേണ്ട എൻതാൽപ്പി ഡിവൈഡ് ബൈ TS സാച്ചുറേഷൻ ടെമ്പറേച്ചർ പ്ലസ് ഏത് നമ്മുടെ സി സൂപ്പർ ലോഗ് ടി സൂപ്പർ ഡിവൈഡ് ബൈ ടി. അതാണ് ഇത് ഇവിടെ എഴുതിയിരുന്നത് ഈ ഭാഗം. ഇതാണ് ഈ ഒരു ഭാഗം. അയ്യോ വീണ്ടും മാറിപ്പോയി, സോറി. ഈ ഭാഗമാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇതും കാണാതെ പഠിച്ചു വെക്കുക, ചിലപ്പോൾ പ്രോബ്ലത്തിനകത്ത് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങൾ നിങ്ങൾ ഒന്നുകൂടെ കണ്ടതിന് ശേഷം ഒരു പേപ്പറിൽ എഴുതി വെക്കുക. ഈ ഫോർമുലാസ് എല്ലാം പേപ്പറിൽ എഴുതി. എനിക്ക് തോന്നുന്നു ഞാൻ തന്ന നോട്ടിനകത്ത് ഫോർമുല എഴുതാൻ തോന്നും. അങ്ങനെയെങ്കിൽ നിങ്ങളത് ഇപ്പം തന്നെ അത് ചെയ്തു. ഈ ഫോർമുല എല്ലാം എഴുതി വീഡിയോ കണ്ട് മനസ്സിലാക്കിയ ശേഷം എഴുതി വെക്കുക. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സ്റ്റീം ടേബിൾ. സ്റ്റീം ടേബിളിനെ പറ്റി നമ്മൾ വിശാലമായിട്ടൊന്നും പഠിക്കേണ്ട. നമുക്ക് സ്റ്റീം ടേബിളുണ്ട്. സ്റ്റീം ടേബിളിനകത്ത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇച്ചിരി കൂടുതൽ ഡേറ്റ ഉള്ള സ്റ്റീം ടേബിളാണ്. ഏത് കണ്ടോ? സ്റ്റീം ടേബിളാണ്. അതിനകത്ത് കണ്ടൻ്റെല്ലാം എഴുതിയിട്ടുണ്ട്. ശേഷം സ്റ്റീം ടേബിൾ ആൻഡ് മോളിയർ ഡയഗ്രാം രണ്ടുകൂടെ ഒരുമിച്ചാണ് വരുന്നത്. അപ്പം നിങ്ങളുടെ കേസിൽ ആ സ്റ്റീം ടേബിളിനകത്ത് മോളിയർ ഡയഗ്രാം ഇല്ല, അതുകൊണ്ട് പ്രിൻ്റ് എടുത്തോണം. സ്റ്റീം എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നതുണ്ട്. ഫോർമേഷൻ ഓഫ് സ്റ്റീം പഠിക്കേണ്ടത് വീഡിയോക്കകത്ത് കാണുന്നതാണെങ്കിലും അത് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഇതങ്ങ് എഴുതിയാണ് കേട്ടോ. ഇപ്പോഴും പോലെ നമ്മൾ എഴുതിയിരുന്നത്, സോറി, ഇത്രയും വളരെ നമ്മൾ ഗ്രാഫായിട്ട് നമ്മൾ വരച്ച് പിടിച്ച്. ഇത് ഈ കാണുന്ന ഗ്രാഫ് -10 മുതൽ നമ്മൾ 0 ഡിഗ്രി മുതൽ പഠിക്കുന്നു. 0 ഡിഗ്രി മുതൽ HF, HG ഒക്കെ ഉണ്ടോ? അപ്പം ഫോർമേഷൻ ഓഫ് സ്റ്റീം ടേബിളിനകത്ത് ഉണ്ട്.
ഇനി സ്റ്റീം ടേബിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ കിടക്കുന്നു. ഇതിലും വിശാലമായിട്ട് നിങ്ങളുടെ കയ്യിരിക്കകത്തുണ്ട്. അതുപോലെ തന്നെ മോളിയർ ചാർട്ട് എന്താണെന്ന് ചോദിച്ചാലും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതാൻ ഇതിനകത്തുണ്ട്. അപ്പം സ്റ്റീം ടേബിൾ എന്താണെന്നുള്ളത് കാണാൻ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, വേണ്ട. അപ്പോൾ നമ്മുടെ ഈ കേസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റീം ടേബിളാണ്. അപ്പോൾ നിങ്ങൾ ഈ ഡിസ്ക്രിപ്ഷൻ അങ്ങോട്ട് എഴുതുക, ഇതങ്ങോട്ട് വരയ്ക്കുക. ഇതില്ലെങ്കിൽ കുഴപ്പമില്ല. എന്താണോ സ്റ്റീം ടേബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്റ്റീം ടേബിൾ തന്നിരിക്കുന്നത് അത് എഴുതുക. ശേഷം രണ്ട് ഈ ഒരു ടോപ്പ് ഹെഡിങ് ഉണ്ടോ, ടെമ്പറേച്ചർ, ബാർ, പ്രഷർ, ഇത് മാത്രം ഈ 1 2 3 ഒന്നും വേണ്ട, ഇത് മാത്രം അങ്ങോട്ട് എഴുതി വെക്കുക. ഇതാണ് സ്റ്റീം ടേബിൾ പറഞ്ഞിട്ട്. സ്പെസിഫിക് വോളിയം, സ്പെസിഫിക് എൻട്രോപ്പി, ലേറ്റൻ്റ് ഹീറ്റ്, എൻതാൽപ്പിയാണ് എൻട്രോപ്പി. നമ്മളിപ്പം ഡെഫിനിഷൻ എല്ലാം പഠിച്ചു വന്ന ഈ സംഭവം തന്നെ അല്ലേ. അപ്പോൾ ഇത് അങ്ങോട്ട് വരച്ചങ്ങോട്ട് വെക്കുക. ബസ് കഴിഞ്ഞു. സ്റ്റീം ടേബിളിനെ പറ്റി ചോദിച്ചാൽ ഇത് മാത്രം എഴുതുക. ഇനി സ്റ്റീം ടേബിളിനകത്ത് നോക്കി, ഫസ്റ്റ് ടേബിൾ എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് സ്റ്റീം. അതായത് 100 ഡിഗ്രി സാച്ചുറേഷൻ സ്റ്റീമിൻ്റെ ടെമ്പറേച്ചർ ടേബിളാണ്. അപ്പോൾ നോക്കി, ഇവിടെ സ്റ്റാർട്ടിങ് വരുന്നത് സ്റ്റാർട്ടിങ് എന്തായിരിക്കും? ടെമ്പറേച്ചർ ആയിരിക്കും. ഇത് ടെമ്പറേച്ചർ ടേബിളാണ്, സ്റ്റാർട്ടിങ് ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയുള്ള പ്രഷർ ബാറിൽ, അതിൽ ലിക്വിഡ് ഫേസിലുള്ള സ്പെസിഫിക് വോളിയം, വേപ്പർ ആകുമ്പോഴുള്ള സ്പെസിഫിക് വോളിയം ഉണ്ട്. വേപ്പർ എന്ന് പറഞ്ഞാൽ ഗ്യാസ് അല്ല, അതാണ് BG എന്ന് എഴുതിയിരിക്കുന്നത്. യൂണിറ്റ് മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. സ്പെസിഫിക് എൻതാൽപ്പി അല്ലേ, എത്ര ഹീറ്റ് എനർജി വേണം 0 മുതൽ 100 ഡിഗ്രി സെൽഷ്യസ് ആകാൻ വേണ്ടി, അതിന് വേണ്ടി എത്ര എനർജി വേണം എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ലിക്വിഡ് 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഫ്ലൂയിഡ് ആണെങ്കിൽ ഇത്ര എനർജി വേണം. 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഗ്യാസ്, അതായത് വേപ്പറായി മാറിയെങ്കിൽ അതിന് ഇത്ര എനർജി വേണം, അത് എൻതാൽപ്പി. പിന്നെ ലിക്വിഡിൽ നിന്ന്, അതായത് HFG ഉണ്ടോ, എൻതാൽപ്പി ഓഫ് ലിക്വിഡ് ടു ഗ്യാസ്, അതായത് 100 ഡിഗ്രി സെൽഷ്യസുള്ള വെള്ളം 100 ഡിഗ്രി സെൽഷ്യസുള്ള ഗ്യാസായിട്ട് മാറാൻ എത്ര എനർജി വേണം, ഹീറ്റ് എനർജിയാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ യൂണിറ്റ് കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. അത് സെയിം രണ്ടും തന്നെ, കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. ഇനി എൻട്രോപ്പി, അതായത് എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഡിസോർഡറാണ്. ഇപ്പോൾ 0 മുതൽ 100 ഡിഗ്രി വരെ ലിക്വിഡ് കേസിൽ അതിനകത്ത് ഉണ്ടാകുന്ന എൻട്രോപ്പി ചേഞ്ച് യൂണിറ്റ് കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ്. ഇനിയും 0 ഡിഗ്രി സെൽഷ്യസുള്ള വെള്ളം മുതൽ 100 ഡിഗ്രി സെൽഷ്യസുള്ള വേപ്പർ ആകാനുള്ള അതിനകത്തുണ്ടാകുന്ന ചേഞ്ചുകൾ. പിന്നെ ലിക്വിഡിനും ഗ്യാസിനും ഇടയ്ക്കുള്ള ചേഞ്ചസ്, അതെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇത് ടെമ്പറേച്ചർ ടേബിളാണ്. ഇപ്പോൾ സ്റ്റാർട്ടിങ് ടെമ്പറേച്ചറിലായിരിക്കും. ഇനി ക്രിട്ടിക്കൽ പോയിൻ്റ് എവിടെ? ക്രിട്ടിക്കൽ പോയിൻ്റ് നമ്മൾ പറഞ്ഞില്ലേ, ക്രിട്ടിക്കൽ പോയിൻ്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പ്രഷർ എത്രയാണ്, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എത്രയാണ്, 1 വേർഡ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നേരെ സ്റ്റീം ടേബിൾ വർക്ക്, ടെമ്പറേച്ചർ ടേബിളോ പ്രഷർ ടേബിളോ ആയിക്കോട്ടെ, ലാസ്റ്റ് എൻഡിൽ വരിക. ഇത് കണ്ടോ, 374.15 ടെമ്പറേച്ചർ, ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ 221.20 ബാർ പ്രഷർ. അതാണ് ക്രിട്ടിക്കൽ പോയിൻ്റ് ഓഫ് വാട്ടർ. ഇവിടെ വെള്ളം വരുന്നു, ആവിയാകുന്നു. ഞാൻ പറഞ്ഞ ഉദാഹരണം, നമ്മളെ നല്ല ചുട്ട് പഴുത്ത ഒരു കമ്പി, അതായത് നിങ്ങളുടെ ഫോർജിങ്ങിനകത്ത് നിങ്ങൾ ആ ഫർണസിൽ നിന്ന് എടുത്ത കമ്പിയോട്ട് ഒറ്റ തുള്ളി വെള്ളം ഒഴിച്ചാൽ എന്താ സംഭവിക്കുക? ഒരേ ഒരു തുള്ളി വെള്ളം ഒഴിക്കുന്നു, വെള്ളത്തിനെടുത്ത് കമത്തുമല്ല, ഒരു ചെറിയ തുള്ളി വെള്ളം ഒഴിച്ചാൽ വന്ന് വീഴുന്നു, വേപ്പറാകും. സെയിം കണ്ടീഷനാണ് ഇവിടെ സംഭവിക്കുന്നത്. വെള്ളം ബോയിലറിലേക്ക് വരുന്നു, വേപ്പറാകും. അപ്പോൾ ഇതിൻ്റെ പേര്, ഈ ഒരു സെക്ഷനാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസ്, ക്രിട്ടിക്കൽ പ്രഷർ അറ്റ് ബാർ. ഇതെല്ലാം ടെമ്പറേച്ചർ ഇവിടെ കൊണ്ട് തീരുവാണ്. എന്തുകൊണ്ടാണ് തീർന്നത്? സാച്ചുറേറ്റഡ് സ്റ്റീമാണ് എൻ്റെ കേസിലായി പറയുന്നത്, സാച്ചുറേറ്റഡ് സ്റ്റീം. ഇനി അടുത്ത് വരുന്നത് ഇനിയും പ്രഷറാണ്. സാച്ചുറേറ്റഡ് സ്റ്റീം, പ്രഷർ. അപ്പം ബാറിലാണ് സ്റ്റാർട്ടിങ്, അതിന് കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ അതിങ്ങനെ വരുന്നു. നോക്കി, ബാക്കിയെല്ലാം സെയിമാണ്. ഇത് പ്രഷർ ടേബിളാണ്. ഇനി അടുത്ത സെറ്റാണിത്, സ്പെസിഫിക് എൻതാൽപ്പി ഓഫ് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം. സോ എൻതാൽപ്പിയാണ്, എത്ര എനർജി വേണം സ്റ്റീം ആകാനൊക്കെ ഉള്ളത് എൻതാൽപ്പിനെ പറ്റി പറയേണ്ട ആവശ്യമുണ്ട്, പഠിച്ചതാണെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രഷർ, അതിന് കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ. ദാറ്റ് മീൻസ് ഈ പ്രഷറിൽ തിളയ്ക്കാൻ വേണ്ട ടെമ്പറേച്ചർ,
കൊണ്ട് 0.01 ബാർ പ്രഷറിൽ 6 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം തിളയ്ക്കും എന്നാ ഉദ്ദേശിച്ച് നോക്കി. ഇതിന് 100ൻ്റെ കേസിലേക്ക് വരാം. 1 ബാർ പ്രഷർ 1 ബാർ പ്രഷർ 1 ബാർ പ്രഷർ നമ്മളിപ്പോൾ പറഞ്ഞതാ സൂപ്പർ ഹീറ്റഡ് സ്റ്റീമിൻ്റെ എൻതാൽപ്പി. ഇപ്പോൾ 1 ബാർ പ്രഷർ നമ്മുടെ അറ്റ്മോസ്ഫിയർ പ്രഷർ 99.63, 100 ഡിഗ്രി നമ്മൾ പറയുന്ന ഈ വാല്യൂ ശരിക്കും ഇതാണ്. 99.63 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം തിളയ്ക്കും സാച്ചുറേഷൻ ടെമ്പറേച്ചർ. അതിന് എത്ര എൻതാൽപ്പി എനർജി വേണം? അത്ര എൻതാൽപ്പി വേണം 2675 സ്പെസിഫിക് എൻതാൽപ്പി വേണം. അതായത് 0 മുതൽ 100 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം തിളയ്ക്കാനായിട്ട് ഇത്രയും ഹീറ്റ് എനർജി വേണം. ശേഷം ടെമ്പറേച്ചർ കൂടി 100 ഡിഗ്രി സെൽഷ്യസ് ആയപ്പം എൻതാൽപ്പി ഇത്ര, 150 ആയപ്പോൾ എൻതാൽപ്പി ഇത്ര, 200 ഡിഗ്രി സെൽഷ്യസ് ഏതാ ഇനിയിപ്പോൾ സ്റ്റീമാണ്. 100 ഡിഗ്രി സ്റ്റീമാണ് സാച്ചുറേറ്റഡ് സ്റ്റീമാണ്. 150 ആകുമ്പോൾ സൂപ്പർ ഹീറ്റഡ് സ്റ്റീം, 200 സൂപ്പർ ഹീറ്റർ. ഇതെല്ലാം 1 ബാറിൻ്റെ പറയുന്നത്. അതായത് 250 ഡിഗ്രി സെൽഷ്യസിൽ 1 ബാറിൽ ഇത്ര എനർജി ഇങ്ങനെ കൂടി വരുന്നു. ഈ 1 ബാറിൻ്റെ കാര്യം പറയാം. 1 ബാർ എന്ന് പറയുമ്പോൾ നമ്മുടെ കാഴ്ച നമ്മുടെ അറ്റ്മോസ്ഫിയർ പ്രഷർ 600 ഡിഗ്രി ആകുമ്പോൾ 600 ഡിഗ്രി സെൽഷ്യസിൽ 1 ബാർ പ്രഷർ എന്ന് പറയുന്ന പ്രഷറിൽ ഇത്ര എൻതാൽപ്പി ഉണ്ട് എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. സെയിം തന്നെയാണ് പല പ്രഷറിൽ 221 വന്ന് നിന്നു. 221 എൻതാൽപ്പിയോ സൂപ്പർ ഹീറ്റഡ് സ്റ്റീം 221 നിന്നു. അതിന് ശേഷം ബാക്കി എന്തില്ല? സാച്ചുറേഷൻ ടെമ്പറേച്ചർ ഇല്ല. പക്ഷേ സൂപ്പർ ഹീറ്റഡ് എൻതാൽപ്പി കിട്ടുന്നുണ്ട്. ബോയിലിംഗ് ഇത്രയേ ഉള്ളൂ. വരുന്നു ഉടനെ തന്നെ ആവിയാണ്. നമുക്ക് വേണ്ടെന്തോ സ്റ്റീമോ വന്നു, സ്റ്റീമായി. പിന്നെ അതിനെ പറ്റി ആലോചിക്കേണ്ടതായല്ലോ എത്ര എനർജി വേണം, ഇത്ര എനർജി വേണം. 100 ഡിഗ്രി ഒന്നുമില്ല, 150. പക്ഷേ ബാക്കി അങ്ങോട്ട് നോക്കി ഇതെല്ലാം അതിൻ്റെ സൂപ്പർ ഹീറ്റഡ് സ്റ്റീമിൻ്റെ എൻതാൽപ്പി വാല്യൂസാണ്. ഇനി അടുത്തത് എൻട്രോപ്പി വാല്യൂസ്. എൻട്രോപ്പി എത്ര? സൂപ്പർ ഹീറ്റഡ് സ്റ്റീം 100 ഡിഗ്രിയുടെ എൻട്രോപ്പി. ഇപ്പോൾ 1 ബാർ പ്രഷർ നോക്കി. 1 ബാർ പ്രഷർ 1 ബാർ പ്രഷറിൽ 99 ഡിഗ്രിയാണ് ഇതിൻ്റെ സാച്ചുറേഷൻ. അതായത് തിളയ്ക്കുന്നു. അതിന് എത്ര എൻട്രോപ്പി ചേഞ്ച് എത്രയാണ്? ഇത് എൻട്രോപ്പിയാണ്. എൻട്രോപ്പി ചേഞ്ച് എത്രയാണ്? 7.3598. ഇനി സൂപ്പർ ഹീറ്റ് ആയപ്പോഴോ? സൂപ്പർ ഹീറ്റ് ആയപ്പോൾ ഇതിങ്ങനെ എൻ്റെ വാല്യൂ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. 300-ന് ഇത്ര, 350-ന് ഇത്ര. എന്താ എൻട്രോപ്പി ഉണ്ടോ? എൻട്രോപ്പി കൂടിക്കൊണ്ടിരിക്കും. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എൻട്രോപ്പി കൂടിക്കൊണ്ടേ ഇരിക്കും. ഇതാണ് സ്റ്റീം ടേബിളിൻ്റെ ഒരു ബേസിക് ഐഡിയ. ഇതാണ് മോളിയർ ചാർട്ട്, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത പേരെന്തോ എൻതാൽപ്പി എൻട്രോപ്പി ഡയഗ്രാം. സ്റ്റീം ടേബിൾ പോലെ തന്നെ പല പ്രഷറിൽ പല ടെമ്പറേച്ചറിൽ സ്റ്റീമിൻ്റെ എൻട്രോപ്പി എത്രയാണ് എൻതാൽപ്പി എത്രയാണ് എന്നറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഏത്? ഈ മോളിയർ ചാർട്ട്. അതിൻ്റെ എക്സ് ആക്സിൽ എൻട്രോപ്പി നോക്കി. എൻട്രോപ്പി എസ് ആണ് സിമ്പിൾ. കിലോ ജൂൾ പെർ കിലോഗ്രാം, കെൽവിൻ കിലോഗ്രാം. വൈ ആക്സിസിലോ എൻതാൽപ്പി. ഇത് ചരിച്ചത് സ്ട്രെയിറ്റ് ആണ്, സ്പേസ് ലാഭിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നുള്ളൂ. കാരണം ഇവിടെ കാലി ഏരിയ ഒന്നുമില്ല. അപ്പം ഇങ്ങനെ ആയിരുന്നു ശരിക്കും. പക്ഷെ അത് നമ്മുടെ ഈ സൗകര്യത്തിന് വേണ്ടി ഇങ്ങനെ മാറ്റിയിരിക്കുന്നു. 2000 തുടങ്ങി 2500, 3000, 3500, 4000. ഇത് കാണാതെ പഠിക്കാൻ പാടാ അല്ലേ? എന്നാൽ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് കോപ്പി അടിക്കാം. പറഞ്ഞതുപോലെ തന്നെ സ്റ്റീം ടേബിളിനകത്ത് മോളിയർ ചാർട്ട് എന്താണ് അതിനെപ്പറ്റി വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്റ്റീം ടേബിളിനകത്ത് മോളിയർ ചാർട്ടിനെ പറ്റി വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോ ലൈൻസും എന്തൊക്കെയാണ് 7 മാർക്കുള്ളത് അതിനകത്ത് തന്നെ കിട്ടും. ഇതിപ്പോൾ കുറച്ച് എഴുതിയിട്ടുള്ളൂ, കുറച്ച് 4-5 സെൻറ്റൻസേ ഉള്ളൂ. മോളിയർ ചാർട്ട് എന്താണെന്നുള്ളത് വിശദമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്. മോളിയർ ചാർട്ട് എങ്ങനെ വന്നു? നമ്മൾ ആദ്യമേ പഠിച്ച പല പ്രഷറിൽ പല ടെമ്പറേച്ചറിനെ പറ്റി കാണില്ല. അപ്പോൾ ഇതിൻ്റെ പേര് സാച്ചുറേഷൻ ലൈൻ, സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈൻ, സാച്ചുറേഷൻ വേപ്പർ ലൈൻ അല്ലേ? ഇവിടെ നിന്നാണ് ഈ മോളിയർ ചാർട്ട് ഉണ്ടാകുന്നത്. എങ്ങനെ? എൻ്റെ ഇച്ചിരൂടെ ലാബറേറ്ററി നോക്കിയാൽ ഈ ഒരു ഷേപ്പ് കണ്ടോ? ഈ ഒരു ഷേപ്പിനെ നമ്മളിതിൻ്റെ ചരിച്ച് പിടിച്ച് നോക്കണം. ഇത്രയും മാത്രം നോക്കും. നോക്കി, അതൊരു നിങ്ങളുടെ ഒരു പിക്ചർ കണ്ടോ? ആ പിക്ചറിനകത്ത് ഒരു ചുമന്ന ലൈൻ പോകുന്നുണ്ടല്ലോ, അതാണ് ഇതിൻ്റെ ഈ സംഭവം. ഡ്രൈ സ്റ്റീം ലൈൻ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് വേപ്പർ ലൈൻ. പിന്നുള്ളത് പലതരം സൂപ്പർ ഹീറ്റഡ് ടെമ്പറേച്ചർ ലൈൻ. ഇത് വാട്ടർ പ്ലസ് സ്റ്റീമുള്ള പ്രഷർ ലൈനുകൾ. ഇത്രയും ഭാഗമാണ് ഈ ടോട്ടൽ
ഡയഗ്രത്തിൻ്റെ വേണ്ടി ഇത്രയും ഭാഗമാണ് നമ്മൾ എന്തായിട്ട് കാണുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ മോളിയർ ചാർട്ട്. ഞാൻ ആ കാണിച്ച ഡയഗ്രം കണ്ടോ, അതിനകത്ത് ഞാൻ വരച്ചതുപോലെ ഉണ്ടോ ഒരു കർവ്. ആ കർവ് ഏതാണ്? ഈ ലൈൻ, ഈ കാണുന്ന ലൈനാണ് സാച്ചുറേറ്റഡ് വേപ്പർ ലൈൻ. 100% സ്റ്റീമാണ് ഇവിടെ. 100% പെർഫെക്റ്റ് സ്റ്റീം. ഇവിടെ 100% പെർഫെക്റ്റ് സ്റ്റീം. അപ്പോൾ നോക്കി 100% പെർഫെക്റ്റ് ഉണ്ട്. ഈ ഒരു എക്സ് എന്നുണ്ടോ, x = 1, ഡ്രൈനസ് ഫ്രാക്ഷൻ x = 1. അങ്ങനെ ആകുമ്പോൾ ഇതിന് അടിയിലുള്ള ലൈൻസ് ഏതൊക്കെയാണ്? ഡി കാണുന്നത് ഈ ലൈനുകൾ ഏതൊക്കെയാണ്? ഈ ലൈനുകളാണ്. ഈ ലൈനിൻ്റെ പേരാണ് കോൺസ്റ്റൻറ്റ് ഡ്രൈനസ് ഫ്രാക്ഷൻ ലൈൻ. നോക്കി, ഇത് ഏതാണ്? പ്രഷർ ലൈൻ അല്ലേ? പ്രഷർ വരുന്നത് നമ്മൾ ലൈൻ പോലെ ഇങ്ങനെ വരച്ചല്ലേ, അത് നമ്മുടെ പെർഫെക്ഷൻ അകത്തുണ്ട്. അത് ക്ലാസ്സിൽ വേണ്ടിയുള്ളതായതുകൊണ്ട് അങ്ങനെ ചെയ്തിരിക്കുന്നു. അതായത് ഈ നോക്കി സ്ട്രെയിറ്റ് ലൈൻ വരുന്നു, അപ്പോട്ട് പൊങ്ങിപ്പോൾ അങ്ങനെ നമ്മൾ വരച്ചു. പക്ഷേ ഇവിടെ ശരിക്കും അങ്ങനെയല്ല, ഒരു ചെറിയ സ്ലൈറ്റ് ചേഞ്ച് വരുന്നു. അപ്പം ഇതിൻ്റെ പേര്, ഈ കാണുന്ന പേര് കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈൻ. കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈനാണ്. ഇപ്പോൾ 1 ബാറിൻ്റെ കേസിൽ നോക്കി, എവിടെയാണ് 1 ബാർ പ്രഷർ വന്നിരിക്കുന്നത്? ഇവിടെ ഇതുണ്ടോ? നമ്മൾ റൂം ടെമ്പറേച്ചറിൽ, നമ്മുടെ എപ്പോഴും തെറ്റുന്നത് റൂം ടെമ്പറേച്ചർ അല്ല, ശരിക്കും നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ കേസിൽ ഇതാണ് ആ ലൈൻ. നമ്മൾ പഠിച്ച ഫസ്റ്റ് ലൈൻ ഇതാണ്. ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് പഠിച്ചതല്ലേ, പക്ഷെ അത് ക്ലാസ് റൂം ആയതുകൊണ്ടാണ് നമ്മൾ ശരിക്കും ആക്ച്വലായിട്ട് ഇങ്ങനെയാണ് വരുന്നത്, 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇതിൻ്റെ പേര് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ലൈൻ. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ലൈൻ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് പോകുന്നതെല്ലാം കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ലൈനും. ഇതിൻ്റെ കേസിൽ 100 ഡിഗ്രി വന്ന് മുട്ടുന്നത് ഈ ഒരു ലൈൻ, അതായത് HFG എന്ന് പറഞ്ഞ ലൈൻ കണ്ടില്ലായിരുന്നു, അതാണ് നമ്മുടെ കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈൻ. കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈൻ കേട്ടോ. 1 ബാർ പ്രഷർ, 2 ബാർ പ്രഷർ, 3 ബാർ പ്രഷർ, അതിങ്ങനെ കയറി വന്ന് 500 ബാർ പ്രഷർ വരെ ഉണ്ട്. അപ്പം ഇങ്ങനെ മേപ്പോട്ട് പോകുന്ന ലൈൻസ് എല്ലാം, ഈ കാണുന്ന ലൈനുകളെല്ലാം ഏതാണ്? ഈ കാണുന്ന ലൈനുകളെല്ലാം കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈനുകളാണ്. നോക്കി, 1 ബാർ, 2 ബാർ, 4 ബാർ. ഇനി ഇവിടുന്ന് തുടങ്ങി ഹൊറിസോണ്ടലായിട്ട് പോകുന്ന ലൈൻ കേട്ടോ, ഈ ലൈനുകളെല്ലാം കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ലൈനാണ്. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ലൈൻ. ഇപ്പോൾ ഈ 0.1, 0.2, 0.5, 1 ഇതെല്ലാം കോൺസ്റ്റൻറ്റ് പ്രഷർ ബാറും. ഈ സ്ട്രെയിറ്റ് ലൈനുകൾ ഇങ്ങനെ പോകുന്നു 200, 250, ഇത് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ലൈനുകളാണ്. ഇത് കോൺസ്റ്റൻറ്റ് ഡ്രൈനസ് നമ്പർ ലൈനാണ്. കോൺസ്റ്റൻറ്റ് ഡ്രൈനസ് ഫ്രാക്ഷൻ നമ്പർ, കോൺസ്റ്റൻറ്റ് ഡ്രൈനസ് നമ്പർ. നിങ്ങളുടെ സ്റ്റീം ടേബിൾ എന്താണോ എഴുതിയിരിക്കുന്നത് അത് എഴുതുക. അപ്പോൾ ഇത് സാച്ചുറേറ്റഡ് വേപ്പർ ലൈനാണ്. സാച്ചുറേറ്റഡ് വേപ്പർ ഡാർക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ താഴോട്ടുള്ളതെല്ലാം ആ എക്സിൻ്റെ വാല്യൂ ആണ്. ഡ്രൈനസ് ഫ്രാക്ഷൻ 0.95, ഡ്രൈനസ് ഫ്രാക്ഷൻ 0.90, ഡ്രൈനസ് ഫ്രാക്ഷൻ 0.8. ഇനി ശരിയായിട്ടുള്ള മോളിയർ ചാർട്ട് കാണിച്ചു തരാം. ഇതാണ് ശരിയായിട്ടുള്ള മോളിയർ ചാർട്ട്. ലെഫ്റ്റ് സൈഡിൽ സ്പെസിഫിക് എൻതാൽപ്പി H kJ/kg. ഈ കാണുന്നതാണ് സ്പെസിഫിക് തെറ്റിപ്പോയി സാച്ചുറേറ്റഡ് വേപ്പർ ലൈൻ. ഈ കാണുന്നതാണ് സാച്ചുറേറ്റഡ്. അപ്പോൾ ഇതിനകത്ത് കാണുന്ന ഈ കർവുകളെല്ലാം എന്താണ് നോക്കി എഴുതിയിട്ടുണ്ട്? കോൺസ്റ്റൻറ്റ് ഡ്രൈനസ് ഫ്രാക്ഷൻ ലൈൻസ്. ഈ കാണുന്നതെല്ലാം നോക്കി, ഇത് 0.95, 0.90, 0.85, 0.8. അപ്പം ഈ സാച്ചുറേറ്റഡ് വേപ്പർ ലൈൻ അകത്ത് കാണുന്ന ഈ ഷേപ്പിലുള്ള കർവുകളെല്ലാം കോൺസ്റ്റൻറ്റ് ഡ്രൈനസ് ഫ്രാക്ഷൻ ലൈൻ എന്ന് പറയും, അല്ലെങ്കിൽ കർവ് എന്ന് പറയും. ഇത് നോക്കി, നമുക്കിതിൽ 1 ബാർ പ്രഷർ, ഈ കാണുന്നതാണ് 1 ബാർ പ്രഷർ. 1 ബാർ പ്രഷറിൽ ടെമ്പറേച്ചർ എത്രയാണ്? ഇതാണ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ലൈൻ, 100 ഡിഗ്രി. 1 ബാർ പ്രഷറിൽ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ലൈൻ. അപ്പോൾ ഈ പോകുന്ന ലൈൻ ഏതാണ്? ഡി പോകുന്നത് 1 ബാർ പ്രഷറിൻ്റെ ലൈനാണ് കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈൻ. കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈൻ ഇങ്ങനെ മേപ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് മോളിയർ ചാർട്ട്. അപ്പോൾ ഇത് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള മോളിയർ ചാർട്ട് വെച്ചിട്ട് വാല്യൂ ഒന്നും എഴുതണ്ട. അതുകൊണ്ട് ഈ ഒരു സ്റ്റാർട്ടിങ് വാല്യൂ 2500 ആ ഒരു റേഞ്ചിലെ കുറച്ച് വാല്യൂ അങ്ങോട്ട് കിടന്ന് മാറ്റി എഴുതിയാൽ മതി. പിന്നെ താഴത്തെ വേണമെങ്കിൽ എഴുതാം, അത് സിമ്പിളല്ല. 5.56 എന്നുള്ള വാല്യൂ ആയിരിക്കും. എന്തൊക്കെയാണ് ലൈൻസ് എന്നുള്ളത് വൃത്തിയായിട്ട് കൊടുക്കുക. ഇത് അതായത് വേപ്പർ ലൈൻ, സാച്ചുറേറ്റഡ് വേപ്പർ ലൈൻ
കോൺസ്റ്റൻറ്റ് ഡ്രൈനേജ് ഫ്രാക്ഷൻ ലൈൻ, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ലൈൻ. ഈ മേപ്പോട്ട് പോകുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈൻ. ഇതിനകത്ത് ഒരു ഡോട്ടർ ലൈനുണ്ട്, അത് കോൺസ്റ്റൻറ്റ് വോളിയം ലൈനാണ്, പക്ഷേ അത് നമ്മുടെ ഇതിനകത്തില്ല. അപ്പം ഇതെങ്ങനെ എഴുതേണ്ടത്? നമ്മുടെ കയ്യിലുള്ള ചാർട്ട് നോക്കി അതേപോലെ കോപ്പി ചെയ്യുക.